പുണ്യ സമസ്ത ജിന്ദാബാദ്, പുണ്യ സമസ്ത ജിന്ദാബാദ്, ശരീഅത്ത് സംരക്ഷണ റാലി ജിന്ദാബാദ്, ശരീഅത്ത് സംരക്ഷണ റാലി ജിന്ദാബാദ്, പുണ്യ ശരീഅ റബ്ബിൻ നിയമം, പുണ്യ ശരീഅ റബ്ബിൻ നിയമം, പുണ്യ ശരീഅ റബ്ബിൻ നിയമം, പുണ്യ ശരീഅ റബ്ബിൻ നിയമം, റബ്ബിൻ പുണ്യ നിയമം വിട്ട്, റബ്ബിൻ പുണ്യ നിയമം വിട്ട്, റബ്ബിൻ പുണ്യ നിയമം വിട്ട്, റബ്ബിൻ പുണ്യ നിയമം വിട്ട്, ഭൗതികത്തിൻ കൂടെ പോകാൻ, ഭൗതികത്തിൻ കൂടെ പോകാൻ, ഭൗതികത്തിൻ കൂടെ പോകാൻ, ഭൗതികത്തിൻ കൂടെ പോകാൻ ഈമാനുള്ളോർക്കാകില്ല, 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 ഈമാനുള്ളോർക്കാകില്ല. പുണ്യ സമസ്ത ജിന്ദാബാദ്, പുണ്യ സമസ്ത ജിന്ദാബാദ്, ശരീഅത്ത് സംരക്ഷണ റാലി ജിന്ദാബാദ്, ശരീഅത്ത് സംരക്ഷണ റാലി ജിന്ദാബാദ്, നാനാത്വത്തിൽ ഏകത്വം, നാനാത്വത്തിൽ ഏകത്വം, നാനാത്വത്തിൽ ഏകത്വം, നാനാത്വത്തിൽ ഏകത്വം, അതാണ് നാടിന് സൗന്ദര്യം, അതാണ് നാടിന് സൗന്ദര്യം, അതാണ് നാടിന് സൗന്ദര്യം, അതാണ് നാടിന് സൗന്ദര്യം. ഏകത്വത്തെ വിരൂപമാക്കി, ഏകത്വത്തെ വിരൂപമാക്കി, ഏകത്വത്തെ വിരൂപമാക്കി, ഏകത്വത്തെ വിരൂപമാക്കി, ആകെക്കൂടെ വെടക്കാക്കി, ആകെക്കൂടെ വടക്കാക്കി, ആകെക്കൂടെ വെടക്കാക്കി, ആകെക്കൂടെ വടക്കാക്കി, രാജ്യം കുട്ടി ചോറാക്കാൻ, രാജ്യം കുട്ടി ചോറാക്കാൻ, രാജ്യം കുട്ടി ചോറാക്കാൻ രാജ്യം കുട്ടി ചോറാക്കാൻ മോദിയും ടീമും ശ്രമിക്കുമ്പോൾ, മോഡിയും ടീമും ശ്രമിക്കുമ്പോൾ, മോദിയും ടീമും ശ്രമിക്കുമ്പോൾ, മോഡിയും ടീമും ശ്രമിക്കുമ്പോൾ, ഹീനശ്രമത്തെ ഇല്ലാതാക്കാൻ, ഹീനശ്രമത്തെ ഇല്ലാതാക്കാൻ, ഹീനശ്രമത്തെ ഇല്ലാതാക്കാൻ, ഹീനശ്രമത്തെ ഇല്ലാതാക്കാൻ, ഈ നാടിനെ രക്ഷിക്കാൻ, ഈ നാടിനെ രക്ഷിക്കാൻ, ഈ നാടിനെ രക്ഷിക്കാൻ, ഈ നാടിനെ രക്ഷിക്കാൻ അതിർത്തി രക്ഷാ സേനയെ പോലെ, അതിർത്തി രക്ഷാ സേനയെ പോലെ, അതിർത്തി രക്ഷാ സേനയെ പോലെ അതിർത്തി രക്ഷാ സേനയെ പോലെ ജാഗ്രതയോടെ നിൽക്കുക നാം, ജാഗ്രതയോടെ നിൽക്കുക നാം, ജാഗ്രതയോടെ നിൽക്കുക നാം, ജാഗ്രതയോടെ നിൽക്കുക നാം. പുണ്യ സമസ്ത ജിന്ദാബാദ്, പുണ്യ സമസ്ത ജിന്ദാബാദ്, പുണ്യ സമസ്ത ജിന്ദാബാദ്, പുണ്യ സമസ്ത ജിന്ദാബാദ്, ശരീഅത്ത് സംരക്ഷണ റാലി ജിന്ദാബാദ്, ശരീഅത്ത് സംരക്ഷണ റാലി ജിന്ദാബാദ്. ഉദ്യോഗസ്ഥ പ്രമുഖന്മാരെ, ഉദ്യോഗസ്ഥ പ്രമുഖന്മാരെ, ഉദ്യോഗസ്ഥ പ്രമുഖന്മാരെ, ഉദ്യോഗസ്ഥ പ്രമുഖന്മാരെ, നീതിപീഠം കാക്കുന്നവരെ, നീതിപീഠം കാക്കുന്നവരെ, നീതിപീഠം കാക്കുന്നവരെ, നീതിപീഠം കാക്കുന്നവരെ, കേൾക്കൂ നിങ്ങൾ ചിന്തിക്കൂ, കേൾക്കൂ നിങ്ങൾ ചിന്തിക്കൂ, കേൾക്കൂ നിങ്ങൾ ചിന്തിക്കൂ, കേൾക്കൂ നിങ്ങൾ ചിന്തിക്കൂ. ന്യൂനപക്ഷ സമുദായങ്ങളെ, ന്യൂനപക്ഷ സമുദായങ്ങളെ, ന്യൂനപക്ഷ സമുദായങ്ങളെ ന്യൂനപക്ഷ സമുദായങ്ങളെ വിശ്വാസത്തിലെടുക്കാതെ, 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 വിശ്വാസത്തിലെടുക്കാതെ സാധ്യമല്ല സുന്ദര ഭാരതം, സാധ്യമല്ല സുന്ദര ഭാരതം, സാധ്യമല്ല സുന്ദര ഭാരതം, സാധ്യമല്ല സുന്ദര ഭാരതം. ഇല്ല ഞങ്ങൾ അനുവദിക്കില്ല, ഇല്ല ഞങ്ങൾ അനുവദിക്കില്ല, ഇല്ല ഞങ്ങൾ അനുവദിക്കില്ല, ഇല്ല ഞങ്ങൾ അനുവദിക്കില്ല. പുണ്യ ശരീഅത്ത് മാറ്റിമറിക്കാൻ, പുണ്യ ശരീഅത്ത് മാറ്റിമറിക്കാൻ, പുണ്യ ശരീഅത്ത് മാറ്റിമറിക്കാൻ പുണ്യ ശരീഅത്ത് മാറ്റിമറിക്കാൻ ഒട്ടും ഞങ്ങൾ സമ്മതിക്കില്ല, ഒട്ടും ഞങ്ങൾ സമ്മതിക്കില്ല, ഒട്ടും ഞങ്ങൾ സമ്മതിക്കില്ല. ഒട്ടും ഞങ്ങൾ സമ്മതിക്കില്ല. ഏക സിവിൽ കോഡ് ഉണ്ടാക്കാൻ, ഏക സിവിൽ കോഡ് ഉണ്ടാക്കാൻ, ഏക സിവിൽ കോഡ് ഉണ്ടാക്കാൻ, ഏക സിവിൽ കോഡ് ഉണ്ടാക്കാൻ, കൊക്കിൽ ജീവൻ ഉള്ളൊരു കാലം, കൊക്കിൽ ജീവനുള്ളൊരു കാലം, കൊക്കിൽ ജീവൻ ഉള്ളൊരു കാലം, കൊക്കിൽ ജീവനുള്ളൊരു കാലം ഞങ്ങൾ സംരക്ഷിക്കും, കാക്കും ഞങ്ങൾ സംരക്ഷിക്കും, ആക്കും ഞങ്ങൾ സംരക്ഷിക്കും. കാക്കും. നമ്മുടെ ദുരാരോപണം കൊണ്ട് െതിരെ എല്ലാ മുസ്ലിം സമരം ചെയ്യുകയാണ്. ഇതിന്റെ അധ്യക്ഷകൾ പൗരപ്രമുഖർ, ജമിയത്തുലമയുടെ സംഘടന പ്രവർത്തകർ, പ്രസ്ഥാന ബന്ധുക്കൾ, ഇസ്ലാമിക ശരീഅത്തിനെ സംരക്ഷിക്കുവാൻ ഫോർ ദ സിറ്റിസൺ ഇതിന്റെ പേഴ്സണൽ ലോ ചെയ്യാൻ പാടില്ല, വാങ്ങണം. പ്രീവിയസ് അപ്രൂവൽ എന്ന് പറയുന്ന മുൻകൂർ അനുവാദം ഒരു സമൂഹത്തിന് ഫ്രം ദ കമൻസ്മെന്റ് ഓഫ് ദിസ് കോൺസ്റ്റിറ്റ്യൂഷൻ ഫ്രം ദ ഇൻടോക്സിക്കേറ്റിംഗ് ഡ്രിങ്ക്സ് ആൻഡ് ഡ്രഗ്സ് എന്ന് കളിച്ച് കഴുകി കേരളത്തിൽ എന്താ കാരണം? ഡീം ടു ബി ദ ഇൻക്ലൂഡർ ഇൻ ദ പ്രൊഫഷൻ ചെയ്യും. അവകാശമാണ്, ഔദാര്യമല്ലല്ലോ.
കണ്ണീര് പ്രധാനമന്ത്രി കണ്ടിട്ടില്ല. പ്രധാനമന്ത്രി ഈ രാജ്യത്തിട്ട പോലെ കുടുംബ മോചനം തേടാം. മാത്രമല്ല ഇനി ബഹുമാനത്തിന്റെ വിഷയത്തിലാണ് മുസ്ലിങ്ങളെ നിങ്ങൾ പഠിപ്പിനെ വെച്ചിട്ട് അവൾക്ക് അതാ ഞങ്ങൾ മോചനത്തിന് വേണ്ടി പടപൊരുതിയ കുഞ്ഞഹമ്മദ് അനുകൂലമല്ല. പ്രദേശം കെട്ടി ഏകതാ और प्रेम में भिगोदे ഇന്ത്യ മഹാരാജ്യത്തിലും സ്നേഹത്തിൽ പോയൊരു കൂട്ടിനെ പങ്കെടുത്തില്ല. അവരാണെങ്കിലും അവരുടെ മത സ്വാതന്ത്ര്യം ഇവിടെ അനുവദിക്കപ്പെട്ടതാണ്, യാതൊരു സംശയമില്ല. അനുവദിക്കപ്പെട്ട മത സ്വാതന്ത്ര്യത്തിന് വേണ്ടി നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്നുള്ള ഒരു മുസ്ലിം ഇവിടെ ബാക്കിയാകുന്ന കാലത്തോളം ഈ ശബ്ദം ഇവിടെ ഉണ്ടായിക്കൊണ്ടേയിരിക്കും, യാതൊരു സംശയവും. അപ്പോൾ ഏറ്റവും പ്രധാനമായും നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് ഈ വിശുദ്ധ ദീൻ എന്നുള്ളത് ഇതൊരു ഇലാഹിയായ ഒരു സംവിധാനമാണ്. ഈ ദീനിനെ സംബന്ധിച്ച് ഇത് ആരെങ്കിലും കുറേ ആളുകൾ വോട്ടെടുപ്പ് നടത്തിയിട്ടൊരു അഭിപ്രായം മാറ്റാനോ അല്ലെങ്കിൽ ഒരു നിയമം പാസ്സാക്കാനോ ഒന്നും ഇവിടെ പറ്റില്ല. അതൊരിക്കലും ഇവിടെ അനുവദിക്കുകയില്ല. കാരണം അതിനാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമ എന്ന പ്രസ്ഥാനം ഇവിടെ നിലകൊള്ളുന്നത്. ഇവിടെ ഈ വിശുദ്ധ ദീനിൻ്റെ സംരക്ഷണത്തിന് വേണ്ടി മാത്രമാണ്. ഖിയാമത്ത് നാൾ വരെ ഈ ദീനിൻ്റെ സംരക്ഷണം സമസ്ത കേരള ജമിയത്തുൽ ഉലമ അത് ഏറ്റെടുത്തിട്ടുണ്ട്. അത് ഏറ്റെടുത്ത് അത് നിർവഹിച്ചു കൊണ്ടേയിരിക്കുകയും യാതൊരു സംശയമില്ല. അപ്പം ദീന് എന്ന് പറഞ്ഞാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ദീന് എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കിയ ഒരു യാഥാർത്ഥ്യമുണ്ട്. ദീന് എന്ന് പറഞ്ഞാൽ വദഉൻ ഇലാഹി, അത് അല്ലാഹു സുബ്ഹാനഹു നിശ്ചയിച്ച പ്രത്യേകമാവുന്ന ചില സംവിധാനങ്ങളും ചലനങ്ങളുമാണ്. സായിഖുൽ ലിദവിൽ ഉഖൂൽ, ബുദ്ധിയുള്ള ആളുകൾ അത് തെളിച്ചു കൊണ്ടുപോകും. ഇലാമാവ ഖൈറുൻ ബിഇഖ്തിയാരിഹിമുൽ മഹ്മൂദ്, അല്ലാഹു സുബ്ഹാനഹു വ തആല അവരിൽ നിക്ഷേപിച്ചതായ നല്ലതാവുന്നതായ അവർക്ക് അല്ലാഹു നൽകിയ ഒരു സ്വദേഷ്ടപ്രകാരം എടുക്കാനുള്ള പ്രത്യേകമാവുന്ന ഒരു ഖുവ്വത്ത്, ഒരു ശക്തിനെ അല്ലാഹു ഓരോ മനുഷ്യർക്കും നൽകിയിട്ടുണ്ട്. അതനുസരിച്ച് അവനത് തെളിച്ചു കൊണ്ടുപോകും. ഇലാമാവ ഖൈറുൻ ലഹും ബിദ്ദാത്ത്, അവർക്ക് ഭൗതികമായും അവർക്ക് പാരത്രികമായും എല്ലാ നിലക്കും അവർക്ക് ഗുണമുള്ളതായ ഒരവസ്ഥയിലേക്ക് അവരെ തെളിച്ചു കൊണ്ടുപോകുന്ന ഒരു വിശുദ്ധമാവുന്നതായ ഇലാഹിയാവുന്ന ഒരു സംവിധാനമാണ് ദീൻ. ഇതാണ് നമ്മൾ വിശ്വസിക്കുന്നത്. ദീനിനെ സംബന്ധിച്ച് നമ്മൾ വിശ്വസിക്കുന്നത് എന്താ? അതൊരു ഇലാഹിയായ സംവിധാനമാണ്. ഈ ഇലാഹിയായ സംവിധാനത്തിൽ ഒരു നിലക്കുള്ളതായ കൈകടത്തലും സാധ്യമല്ല. ഒരു നിലക്കുള്ള കൈകടത്തലും അത് ഒരിക്കലും ആരും അനുവദിക്കുന്നതല്ല. അത് അനുവദിക്കാൻ ഈ സമൂഹം ഇവിടെ നിന്നുള്ള ഒരു മുസ്ലിം ബാക്കിയാകുന്ന കാലത്തോളം ഒരു മുസ്ലിം എവിടെ ഉള്ളൂ എന്നൊക്കെ എന്നാലും അവൻ അതിനെതിരെ ശബ്ദിക്കും. കാരണം എന്തുകൊണ്ട്? ഇത് ഇലാഹിയായ ഒരു സംവിധാനമാണ്. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്ക് മാത്രം അവതരിപ്പിക്കപ്പെട്ട ഒരു മതമല്ലത്. ഇത് മഹാന്മാരാവുന്നതായ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം മുതൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വരെയുള്ള അമ്പിയാക്കന്മാർ ഇവിടെ പ്രബോധനം ചെയ്ത വിശുദ്ധമായ ഒരു ആശയമാണ് ഇസ്ലാം. നമുക്കറിയാലോ, വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ വ്യക്തമായ നിലക്ക് അത് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം മുതൽ നബി ഇവിടെ അവർ ഏറ്റെടുത്ത് അവർ ജീവിച്ചു പോകുന്നത് വിശുദ്ധമായ ഇസ്ലാം ദീനിൻ്റെ മേലിലാണ്. അവ്വൽ റസൂലാവുന്ന ബഹുമാനപ്പെട്ട നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അല്ലാഹു സുബ്ഹാനഹു വ തആല നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിലേക്ക് അവതരിപ്പിച്ചത് വിശുദ്ധമായ ഈ ദീനിനെയാണ്. അൽ അംബിയാഉ ഔലാദു അല്ലാത്തിൻ വദീനുഹും വാഹിദുൻ. അമ്പിയാക്കന്മാർ അവർ പല ഉമ്മമാരുടെയും ആപ്പന്മാരുടെയും ഒക്കെ മക്കളായിരിക്കും, പല കുടുംബത്തിൽ ജനിച്ചവരായിരിക്കും. പക്ഷേ ദീനുഹും വാഹിദ്, അവർക്കുള്ളതായ ദീൻ ഒറ്റൊരു ദീനാണ്. ഇസ്ലാം ദീൻ മാത്രമാണ് ഇവിടെ പ്രചരിപ്പിച്ചത്. ശറഅ ലക്കും മിനദ്ദീനി മാ വസ്സാ ബിഹി നൂഹ്, നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് അല്ലാഹു വസിയ്യത്ത് ചെയ്തത് ഈ വിശുദ്ധമാവുന്നതായ ഈ ദീനാണ്. അല്ലദീ ഔഹൈനാ ഇലൈക വമാ ബിഹി ഇബ്രാഹീമ വമൂസ വഈസ, ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വഹുവ ഖൗലു ജുംഹൂറി സലഫീന, മഹാന്മാരാവുന്ന അയിമ്മത്തിൽ നിന്നുള്ളതായ ബഹുഭൂരിപക്ഷത്തിന്റെ അഭിപ്രായം, 4 മദ്ഹബിന്റെ അയിമ്മത്തിലേക്കുള്ള അഭിപ്രായം അതാ. 3 ഒന്നിച്ച് പറഞ്ഞാൽ അത് ഒന്നിച്ചു പോകുന്നു. അതിനെതിരിൽ വരുന്നതായ ഒരുപാട് 2-3 ഹദീസുകൾ അതിനെതിരിൽ വന്നിട്ടുണ്ട്. അങ്ങനെ തോന്നിപ്പിക്കണം. എങ്ങനെ? 3 തലാഖിനെയും ഒന്നിച്ച് പറഞ്ഞാൽ പോകൂല പറയുന്നതായ ഹദീസുകൾക്ക് മഹാന്മാരാവുന്നതായ ഇമാമി ആ ഹദീസുകളുള്ളതായ അതിലുള്ളതായ ചില തകരാറുകളൊക്കെ കൊണ്ടിട്ട് അവർ ശക്തമായ ഭാഷയിൽ അവർ പറഞ്ഞത് എന്താ? 3 ഒന്നിച്ച് ചെല്ലിയാൽ അത് 3 പോവും. അപ്പം 3 ഒന്നിച്ച് ചെല്ലിയാൽ പോകുന്ന
എന്നുള്ളത് അയിമ്മത്തുൽ അർബഅത്തിന്റെ ഇജ്മാ ആണ്. അത് ജുംഹൂറു സലഫ്, ബഹുഭൂരിപക്ഷം മഹാന്മാരാവുന്ന പണ്ഡിതന്മാർക്കുള്ളതായ അഭിപ്രായവും അതാണ്. പിന്നെ ഈ റുക്കാന തൊലാഖ് ചൊല്ലി എന്ന് പറയുന്നത് അത് 3 തലാഖും ചൊല്ലി, അത് അൽവത്ത കൊണ്ട് തലാഖ് ചൊല്ലി എന്ന് കാണിക്കുന്നതായ 2 അഭിപ്രായം, 2 നിലക്കും ഹദീസുകളെ റിവായത്ത് ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിലും ഈ 3 തലാഖും ചൊല്ലിയതാണെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ രണ്ടാമത് റുക്കാനോട് ചോദിക്കൂല നീ എത്രയാണ് നീ കരുതിയത് എന്നുള്ളത്. അപ്പോൾ അൽബത്ത തൊലാഖ് ചൊല്ലി എന്ന് പറഞ്ഞാൽ അവർ വളരെ 3 തലാഖും ചൊല്ലി എന്നുള്ള റിവായത്തിനേക്കാൾ അൽബത്ത അദ്ദേഹം വളരെ ഗണിതമായ നിലക്ക് ശക്തമായ ഭാഷയിൽ ഒരു തൊലാഖ് ചൊല്ലി, നിശ്ചയം നിന്നെ ഞാൻ തൊലാഖ് ചൊല്ലി എന്ന് പറഞ്ഞിട്ടുണ്ടാവും മൂപ്പര്. ആ പറഞ്ഞപ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അയാളോട് ചോദിച്ചത്, ആ സഹാബിനോട് ചോദിച്ചു, ഈ 1 കരുതിൻ്റെത്, 2 കരുതിൻ്റെത്, 3 കരുതിൻ്റെത്. മൂപ്പര് പറഞ്ഞു ഞാൻ 3 കരുതിയിട്ടില്ല. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? 3 കരുതിയാൽ 3 പോകുന്നുള്ളത് തന്നെയാണ്. അപ്പൊ തൊലാഖ് 3 ചെല്ലണം എന്നല്ല, ഒരാള് തൊലാഖ് ചെല്ലേണ്ടതായ ഒരു ഘട്ടം വരുമ്പോൾ അവന് അത് 1, 2 ഇനി 3 ഒന്നിച്ച് ചെല്ലിയാൽ മുസ്ലിങ്ങളാവുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം ചോദിച്ചതല്ല. ഇത് ഏറ്റവും വലിയതാശയാണ്. അപ്പൊ നോമ്പുകാലം വന്ന പേപ്പർ കുറേ ആളുകളെ നോമ്പാണ് ഈ കാരണം. കുറെ അവര് നോമ്പ് പറ്റൂ, ഇവര് നോമ്പ് പറ്റൂല്ല എന്നുള്ളതല്ല. ആ നോമ്പല്ലായിരുന്നു നമ്മളെ നോമ്പ്. നമ്മളെ നോമ്പ് എന്ന് പറഞ്ഞാൽ പ്രത്യേകമാവുന്ന നിയ്യത്തിന്റെ അടിസ്ഥാനത്തിൽ റബ്ബ് സുബ്ഹാനഹു വ തആല ശറഈ ചെയ്തതായ പ്രത്യേകമാണത്. അതിവിടെ ആര് നോൽക്കട്ടെ നോൽക്കാതിരിക്കട്ടെ അത് നമുക്ക് പ്രശ്നമല്ല. നമുക്ക് നമ്മളെ സംബന്ധിച്ചിടത്തോളം നോമ്പ് എന്നുള്ളത് അല്ലാഹുവിന്റെ ഒരു ഇബാദത്ത്, നമ്മൾക്ക് കൽപ്പിച്ചു തന്ന ഒരു ഇബാദത്താണ്. ആ ഇബാദത്ത് അതിന്റെ യഥാർത്ഥ രൂപത്തിൽ നമ്മൾ നിർവഹിക്കണം. അപ്പോൾ കുറേ കാലം കഴിയുമ്പോൾ ഇനി ഇവിടെ പറയും അത് എന്താണെന്നറിയോ, എന്തിനത്രയ്ക്ക് ബുദ്ധിമുട്ടാക്കണമെന്ന്. നേരം കൊടുക്കുമ്പോൾ സുബൈ വാങ്ങ് കൊടുക്കുന്നത് മുതൽ വൈകുന്നേരം മഗ്‌രിബ് വാങ്ങ് കൊടുക്കുന്നത് വരെ 10-14 മണിക്കൂർ സമയങ്ങളിലൊക്കെ ഇപ്പം കഴിഞ്ഞ നോമ്പോ അതിൻ്റെ മുമ്പത്തെ നോമ്പൊക്കെ കണ്ടില്ലേ, 14, 15, ചില റഷ്യ 18 മണിക്കൂർ വരെ ഉണ്ടാവും, 18-20 മണിക്കൂർ വരെ പകലുണ്ടാവും. അപ്പൊ ഷിൻഡോ മതക്കാരും ഒക്കെ ഇങ്ങനെ തന്നെയാണ്. അപ്പോൾ ചില എല്ലാ രാജ്യങ്ങളും ക്രിസ്തീയ മതം അംഗീകരിച്ചവരാണ്. എല്ലാ രാജ്യങ്ങളും ക്രിസ്തു മതം അംഗീകരിച്ചവരാണ്. നൂറ്റാണ്ടുകളായി അവിടെ അങ്ങനെയാണ്. അവിടെ ഏറെക്കുറെ ഒരു പൊതു നിയമം പ്രായോഗികമാണ്. ഇന്ത്യ രാജ്യം അങ്ങനെയല്ല. സ്വാതന്ത്ര്യത്തിന് മുമ്പാണെങ്കിലും സ്വാതന്ത്ര്യത്തിന് ശേഷമാണെങ്കിലും ഇവിടെ ഒരു പ്രശ്നവും ഉണ്ടാവും. യഥോധർമ്മ കയറാമെന്ന് പറഞ്ഞാൽ മുസ്ലിമീങ്ങൾക്ക് ഇന്ത്യ രാജ്യവുമായി പ്രത്യേകം വല്ല അന്യതയുമുണ്ടോ? ഒരന്യതയുമില്ല. ഇന്ത്യ രാജ്യം സ്വതന്ത്രമായ കാലത്ത് ഇവിടെയുള്ള എല്ലാ ജനവിഭാഗങ്ങളും സഹോദരങ്ങളായാണ് ആ സംരംഭത്തിൽ പങ്കെടുത്തത്. അപ്പോൾ യൂറോപ്പിലെ പോലെ ഒരു ഏകത അല്ലെങ്കിൽ ഒരു ഐക്യം എന്ന് പറയുന്നത് ഇന്ത്യ രാജ്യത്ത് പ്രായോഗികമല്ല. എല്ലാവർക്കും അത് അറിയുകയും ചെയ്യാം. അതുകൊണ്ട് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഇതിന്റെ പിന്നിലുള്ള ലക്ഷ്യം സ്വദ്ദേശ്യപരമല്ല. സ്ത്രീകളുടെ കണ്ണീരൊപ്പലോ പാവപ്പെട്ടവരുടെ പ്രശ്നങ്ങൾ പരിഹരിച്ചു കൊടുക്കലോ അതൊക്കെ ഇവിടെ പറയപ്പെട്ടതുപോലെ ഭരണഘടനയിലുണ്ട്, മാർഗനിർദ്ദേശക തത്വങ്ങളിലുണ്ട്. എല്ലാ ജനങ്ങൾക്കും ശൗചാലയം ഉണ്ടാക്കി കൊടുക്കണമെന്ന് ഭരണഘടനയിലുണ്ട്. അതില്ലാത്ത എത്രയോ ആളുകൾ, കോടിക്കണക്കിന് ആളുകൾ ഇന്ത്യയിലുണ്ട്. കുട്ടികൾക്ക് വിദ്യാഭ്യാസം സൗജന്യമായി നൽകണമെന്നുണ്ട്. അതൊക്കെയല്ലേ രാഷ്ട്രം പുരോഗതി പ്രാപിക്കാനുള്ള യഥാർത്ഥ മാർഗങ്ങൾ. കണക്കിന് ബാലന്മാർ, ബാല്യ കൗമാര പ്രായത്തിലുള്ള ചെറുപ്പക്കാർ ഇന്ത്യ കോടിക്കണക്കിന് ജീവിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. ഇല്ലാതെ അക്ഷരാഭ്യാസം ചെയ്യാൻ സൗകര്യങ്ങളില്ലാതെ. അതല്ലേ സർക്കാർ രാജ്യത്തിന്റെ പുരോഗതി കാക്ഷിക്കുന്നുവെങ്കിൽ ചെയ്യേണ്ടത്? പാവപ്പെട്ട ജനങ്ങൾക്ക്, ദരിദ്രനാരായണന്മാരുടെ കണ്ണീര് തുടക്കാൻ അവർക്ക് ജോലി ഉണ്ടാക്കണം, സാമ്പത്തിക ഐശ്വര്യം ഉണ്ടാക്കണം എന്നൊക്കെ ഭരണഘടനയിലുണ്ട്. അതൊന്നും ചെയ്യാത്തത്. അതുകൊണ്ട് ഈ വിഷയത്തിനെതിരെ നാം ഭരണഘടനാ വിരുദ്ധമാണ് എന്ന് പറയുവാൻ ഒരു ശക്തിയെയും നമുക്ക് അനുവദിക്കാൻ സാധിക്കില്ല. ഇവിടെ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ, മറ്റ് എംപിമാർ വന്നു പോയി കാണും. ഞങ്ങൾ ഇന്ന് ന്യൂനപക്ഷമായി അവിടെ ഇരിക്കുകയാണ്. പക്ഷെ ഒന്ന്, ഈ ജനസാഗരത്തെ സാക്ഷി നിർത്തിക്കൊണ്ട് ഞാൻ പറയാം, ഇസ്ലാം ഈ യൂണിഫോം സിവിൽ കോഡ് നടപ്പിലാക്കി ഇസ്ലാമിക ശരീഅത്തിൽ കത്തിവെക്കാനുള്ള
ഒരു നീക്കത്തെയും ഞങ്ങൾ അനുവദിക്കില്ല. അന്ത്യം വരെ പോരാടുമെന്ന് നിങ്ങൾക്ക് ഉറപ്പ് നൽകുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. ഞാൻ ആരും ചെയ്യാത്തത്, ബ്രിട്ടീഷുകാർക്ക് സാധിക്കാത്തത്, വാജ്പേയിക്ക് സാധിക്കാത്തത്, ജവഹർലാൽ നെഹ്റു പണ്ട് നൽകിയ ഒരു ഉറപ്പുണ്ട്. മുസ്ലിം സമുദായം പറയുന്നിടത്തോളം കാലം ഇസ്ലാമിക ശരീഅത്തിനെ ഞങ്ങൾ കാത്തു സംരക്ഷിക്കും എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. ആ വാക്ക് ഈ രാജ്യത്ത് നിൽക്കും. മുസ്ലിങ്ങൾ മാത്രമല്ല, ഇന്ത്യയിലെ സ്നേഹിക്കുന്ന സർവ മനുഷ്യ സ്നേഹികളും എന്തുമാത്രം നമ്മൾ വേദനിച്ചു. പലരും ചാനൽ ചർച്ചകളിൽ പോയിട്ട് പറയുന്നത് കേൾക്കുമ്പോൾ ഞാൻ ചില ചർച്ചകളിൽ ചെന്ന് ഭയങ്കരമായി വഴക്കുണ്ടാക്കി. മുസ്ലിം എന്ന് പറഞ്ഞാൽ രാവിലെ എഴുന്നേൽക്കുക, തലാക്ക് ചൊല്ലുക, അല്ലെങ്കിൽ മുത്തലാക്ക. ഏറ്റവും ഇവിടെ ഉസ്താദ് പറഞ്ഞില്ലേ, തങ്ങൾ ഒരു തലാക്കിനെ പോലും പ്രോത്സാഹിപ്പിക്കുന്നില്ല. ഒന്നും കൂടെ ഒരുമിച്ച് ചൊല്ലിയാൽ അത് വാലിലാണ്. അത് തീരുമാനിക്കേണ്ടത് മുസ്ലിം സമുദായമാണ്. എന്തെല്ലാം സംഭവങ്ങൾ. ഭോപ്പാലിൽ 8 ചെറുപ്പക്കാർ, അവരുടെ ആശയം എന്താണെന്നൊന്നും എനിക്കറിയില്ല, പക്ഷേ അവരെ ജയിലിൽ ചാടിച്ച് വെടിവെച്ച് കൊല്ലുന്ന ദൃശ്യങ്ങളാണ്. ഞാൻ ഇന്നലെ ബാംഗ്ലൂർ വെച്ച് TV വെച്ചപ്പോൾ പറയുന്നത്, ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ പറയുകയാണ്, വെക്കൂ വെടി. 2 കൈയും പൊക്കി കീഴടങ്ങുന്നു എന്ന് പറഞ്ഞപ്പോൾ ഒരു മുട്ടുസൂചി പോലും കയ്യിലില്ലാത്തവനെ വെടിവെച്ച് കൊല്ലാൻ ഉത്തരവ് കൊടുക്കുന്ന ഒരു വല്ലാത്തൊരു ഫാസിസ്റ്റ് സംസ്കാരത്തിന്റെ കീഴിൽ ഇന്ത്യ അകപ്പെട്ടു പോയി. ഇതൊന്നും അധികകാലം നിലനിൽക്കില്ല. പുലിയുടെ മുമ്പിൽ ചെന്ന് ഫോട്ടോ എടുത്തത് കൊണ്ട് പുലിയാവത്തില്ല മിസ്റ്റർ നരേന്ദ്രമോദി. നിങ്ങൾ മനസ്സിലാക്കണം, നമുക്ക് നമ്മുടെ വിശ്വാസമാണ്. നമ്മളെ അത് പോയാൽ പിന്നെ ജീവിച്ചിരുന്നിട്ട് കാര്യമുണ്ടോ? നമ്മുടെ വിശ്വാസത്തെ നഷ്ടപ്പെടുത്താൻ സാധിക്കുമോ? പിന്നെ ഈ രാജ്യം നിലനിൽക്കുന്നത് അതുകൊണ്ടാണ്. ഇവിടെ പറഞ്ഞതുപോലെ ഒരു കാരണം ഇന്ത്യയിൽ നടപ്പിലാക്കാൻ പറ്റത്തില്ല യൂണിഫോം സിവിൽ കോഡ്. വെറുതെ പറയുന്നതാണ്. എങ്ങനെ നടപ്പിലാക്കും? എത്രയോ മതങ്ങളുണ്ട് ഇവിടെ. എല്ലാ ആചാരക്രമങ്ങളും കൂടെ ഒരുമിപ്പിക്കാൻ ആര് വിചാരിച്ചാൽ സാധിക്കും? ലോകത്തൊരു ശക്തിക്ക് സാധിക്കില്ല. പക്ഷെ നമ്മളെ ഭീഷണിപ്പെടുത്തുകയാണ്. ഈ ഭീഷണിക്ക് മുമ്പിൽ നമുക്ക് വഴങ്ങിക്കൂടാ. നമുക്ക് ഒറ്റക്കെട്ടായി മുമ്പോട്ട് പോകണം. മുമ്പോട്ട് പോകുന്നതിന് വേണ്ടിയുള്ള വെളിച്ചം സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ പണ്ഡിത ശ്രേഷ്ഠന്മാരിൽ നിന്നും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ മഹത്തായ ഈ സദസ്സിന് എല്ലാവിധ ആദരവുകളും അർപ്പിച്ചുകൊണ്ട് ഞാൻ ഒരു കാര്യം കൂടി ഉറപ്പിച്ച് പറയാം. ഒരു വിഷമവും നിങ്ങൾക്ക് വേണ്ട. ഈ പാർലമെന്റിൽ, മോഡി ഇരിക്കുന്ന ഈ പാർലമെന്റിൽ പോലും യൂണിഫോം സിവിൽ കോഡിന് വേണ്ടിയുള്ള ഒരു നിയമം പാസ്സാക്കാൻ സാധ്യമല്ല. അതനുവദിക്കുന്ന പ്രശ്നമില്ല എന്ന് പറഞ്ഞ് ഞങ്ങൾക്കൊക്കെ ജീവനുള്ളിടത്തോളം കാലം ഇസ്ലാമിക ശരീഅത്തിനെ തൊട്ട് കളിക്കാൻ ഒരുത്തനെയും അനുവദിക്കില്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് എല്ലാവർക്കും ഐശ്വര്യങ്ങൾ നേർന്നുകൊണ്ട് നമ്മളെ നയിക്കാനുള്ള പ്രാപ്തിയും ആ അടിയുറച്ച ആ നേതൃത്വവും നൽകുവാൻ സമസ്തയുടെ നേതാക്കൾക്ക് അള്ളാഹു എല്ലാ അനുഗ്രഹങ്ങളും ചൊരിയുമാറാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ആൾ ഇന്ത്യ പേഴ്സണൽ ലോ ബോർഡ് മെമ്പർ ആദരണീയനായ സിറാജ് ഇബ്രാഹിം സേട്ട് സദസ്സിനെ അഭിസംബോധന ചെയ്യുന്നു. ഒളമ്പിൽ ഷിഹാബ് ആദവനാട് എന്നിവർ സ്റ്റേജിന്റെ ബാക്കിൽ എത്തിച്ചേരേണ്ടതാണ്. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ونعمده ونستعينه ونتوكل عليه. Respected General Secretary of Samasta Kerala Jamiatul Ulama, Professor Ali Kuti Musliar Sahab, respected Abbas Ali Shihab Tangal Sahab,
the ulamas, the religious scholars, my dear brothers, Assalamu alaikum wa rahmatullahi wa barakatuhu, and especially to the youth, the aspiration of Muslim Ummah. At the very outset, I shall not take much of your time. I know this is not the opportunity, but if I have stood here, I wish to speak to you one or two valid points, because all legal side has been explained to you by my friend who has given very accomplished details. Abdul Samad Kotur Sahab has given you minute-to-minute details regarding Uniform Civil Code or Triple Talaq. I remember a couplet of Allama Muhammad Iqbal which says, "Jab Gulistan ko khoon ki zarurat padi," when the garden called India needed blood, सबसे पहले हमारी ही गर्दन कटी. अब ये कहते हैं हमसे, ए अहले चमन, ये चमन है हमारा तुम्हारा नहीं. But when the garden is blooming with flowers, you are telling us this garden does not belong to us, it belongs only to you, the fascist of this country. No, till the Muslims are alive in this country, we will not allow such a thing to happen, and nobody can stop us from reciting La ilaha illallah Muhammadur Rasulullah and live and die as Muslims till the last breath of our lives. Because this India belongs to us. This nation belongs to each one of us. To the Hindus, to the Christians, to all Muslims, be it irrespective of caste, creed, it belongs to everyone. Before I leave, I like to remind you, I remember I was a teenager, must be college going. I witnessed, I was with my father when Ali Mian Nadwi Rahmatullahi alayhi alighted from a train at the Calicut railway station. Sayyid Muhammad Ali Shihab Tangal Rahmatullahi alayhi, Shamsul Ulama E.K. Abu Bakar Musliyar Rahmatullahi alayhi, Mehboob Millat Ibrahim Sulaiman Seth Sahab Rahmatullahi alayhi, Ali Mian Nadwi Rahmatullahi alayhi, they together started the fight that took place in 1988, 86 to 88, which shook the country, because at that time a similar move was made by the Rajiv Gandhi government, and seeing the tremendous response from Kashmir to Kanyakumari, Rajiv Gandhi government had to adopt the bill which was moved by Ghulam Mahmud Banatwala, Member of Parliament and General Secretary of the Indian Union Muslim League, as a government bill, and Shariat Protection Act was passed in the Indian Parliament. I have nothing more to say. Inshallah, we will have more opportunities. Only one thing I would like to add. Narendra Modi, he says, I feel sad for the Muslim women. Mudala kannir ozhikkaneyanu Modi. But let me tell you, give justice. If you're really interested in giving justice, give justice to thousands of women only during the riots in Gujarat of 2002, who were widowed, who were orphaned, who were gang raped, who were massacred.
give justice to them, or at least give justice to that old lady, old and frail lady, the widow of Ehsan Jafri, Zakia Jafri. Give her justice. You forget about the Muslim women. We know how to take care. We have Islamic Sharia, which we find, which we feel is godly. No force on earth can even deviate. No force on earth can stop us from living as Muslims and dying as Muslims. I congratulate Samasta Kerala Jamiatul Ulama to have organized such a massive protest rally which will awaken the Modi government in Delhi. With these words, I conclude. Wa akhir dawana alhamdulillahi rabbil alamin. Assalamu alaikum wa rahmatullahi wa barakatuh. സുന്നി യുവജന സംഘം സംസ്ഥാന വർക്കിംഗ് സെക്രട്ടറി ഉസ്താദ് അബ്ദുൽ ഹമീദ് ഫൈദ് അമ്പലക്കടവ് സദസ്സിനെ അഭിസംബോധന ചെയ്യുന്നു. 5 വാഹനത്തിന്റെ ചാവികളും ഒരു വാച്ചും ഒരു മൊബൈൽ ഫോണും നഗരിയിൽ നിന്നും വീണ് കിട്ടിയിട്ടുണ്ട്. ബന്ധപ്പെട്ട ആളുകൾ സ്റ്റേജുമായി ബന്ധപ്പെടേണ്ടതാണ്. السلام عليكم. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على سيد المرسلين وعلى آله وصحبه الفائزين أما بعد. ഏറെ ആദരണീയരായ ഗുരുവരന്മാരെ, ബഹുവന്യരായ സാദാത്തുക്കളെ, സമസ്തയുടെ വിളികെട്ട് ഗ്രാമാന്തരങ്ങളിൽ നിന്ന് ഒരു പാരാവാരം പോലെ പരന്നൊഴുകി ഇവിടെ സംഗമിച്ചിരിക്കുന്ന ആദർശ ധീരരായ സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകരെ, നിങ്ങളുടെ ആദർശത്തോടുള്ള ഈ പ്രതിബദ്ധതയും ശരീഅത്തിലുള്ള ഈ വൈകാരികതയും സമസ്തയോടുള്ള ഈ അനുസരണബോധവും നിലനിൽക്കുന്ന കാലഘട്ടത്തോളം നരേന്ദ്രമോദിക്കല്ല, ഇന്ത്യയിലെ ഒരു ഭരണകൂടത്തിനും ഒരു കാലഘട്ടത്തിനും ശരീഅത്തിന്റെ മേൽ കൈവെക്കാൻ അനുവദിക്കുന്ന പ്രശ്നമില്ല എന്നത് അടിവരയിടേണ്ട യാഥാർത്ഥ്യമാണ്. ഞാൻ ഓർക്കുകയാണ് 1984 سلطانك سبحانك لا نحصي ثناء عليك أنت كما ثنيت على نفسك فلك الحمد حتى ترضى. أوصل اللهم ثواب ما قرأنا من القرآن العظيم. هذه هدية باصلة ورحمة ناصرة بركة شاملة منا إلى حضرة نبينا محمد صلى الله عليه وسلم وإلى أرواح آباء إخوانه الأنبياء والمرسلين وإلى أرواح البدريين الهديين الهنينيين الخندقين صالح الصحابة والكرامة كلهم أجمعين وإلى حضرتنا وإلىهم خاصة وإلى حضرة جميع المسلمين عامة. اللهم اجعل ثواب ذلك بدعاء لنا ولهم من النار. اللهم اجعل ثواب ذلك وكاك لنا ولهم من النار. اللهم اجعل قبورنا وقبورهم روضة من رياض الجنة ولا تجعل قبورنا وقبورهم فرة من النيران. وجمع الله بيننا وبينهم في دار جناتك النعيم مع الذين أنعمت عليهم من النبيين والصديقين والشهداء والصالحين. اللهم يسر عسيرنا وسهل أمورنا وحسن مرادنا وبلغ أعمالنا وقضي حوائجنا من حوائج المحتاجين. اللهم أعز الإسلام والمسلمين. اللهم أعز الإسلام والمسلمين. اللهم أعز الإسلام والمسلمين. اللهم دمر أعداءنا وأعداء الدين. اللهم دمر أعداءنا وأعداء الدين. اللهم دمر أعداءنا وأعداء الدين. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب. آمين برحمتك يا أرحم الراحمين. وصلى الله على سيدنا محمد وآله وسلم. سبحان ربك رب العالمين. പ്രിയമുള്ള സഹോദരങ്ങളെ,
നമ്മുടെ ഉസ്താദുമാരുടെ കണക്കുകൂടി തെറ്റിച്ചുകൊണ്ട് ലക്ഷക്കണക്കിന് ആളുകളാണ് മലപ്പുറത്തേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ റാലി ഇപ്പോഴും തുടങ്ങിയ സ്ഥലത്ത് മാത്രമാണുള്ളത്. അതുകൊണ്ട് മുമ്പിൽ വന്ന ആളുകൾ ഇരുന്ന് സഹകരിക്കണം അഭ്യർത്ഥിക്കുകയാണ്. നമ്മുടെ മൈക്ക് സെറ്റിന്റെ ഭാഗത്തേക്ക് അടുത്ത് വരരുത്. വന്നു കഴിഞ്ഞാൽ വൈദ്യുതി ബന്ധം വിച്ഛേദിക്കാൻ സാധ്യതയുണ്ട്. ഓരോരുത്തരും സ്വയം നിയന്ത്രിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്.